പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. എന്താണ് കമ്പ്യൂട്ടർ, എന്തിനാണ് കമ്പ്യൂട്ടർ, എന്താണ് അതിൻ്റെ ആവശ്യം, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് നമ്മളൊരു സിലബസിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മളെന്താ ഈ 2 വർഷം നിങ്ങളെ +1 +2 ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 2 വർഷം നിങ്ങൾ എന്താണ് പഠിക്കുന്നത്, നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ ഏത് ഭാഗമാണ് പഠിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പലർക്കും അറിയുന്നതാണ്. എന്നാലും നമ്മളൊരു ക്ലാസ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഫ്രം ഫണ്ടമെൻ്റൽ ബേസിൽ നിന്ന് തുടങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങനൊരു ക്ലാസ് ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്കെന്തായാലും തുടങ്ങാം. നമ്മൾ വളരെ ഫസ്റ്റായിട്ട് തന്നെ പറയാൻ പോകുന്നത് എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ഓർ ഇലക്ട്രോണിക് മെഷീൻ വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഡാറ്റ ആൻഡ് പ്രോസസ് ദ ഡാറ്റ. കമ്പ്യൂട്ടറിന് ധാരാളം ഡെഫിനിഷനുകളുണ്ട്. ഇത് നമ്മളൊരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്, അതാണ് ഡെഫിനിഷൻ. ഒരു ഫണ്ടമെൻ്റൽ ഒരു അടിസ്ഥാന ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഡാറ്റ ആൻഡ് പ്രോസസ് ദ ഡാറ്റ, വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഡാറ്റ ആൻഡ് പ്രോസസ് ദ ഡാറ്റ, അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റൽ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്, ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് മെഷീൻ യൂസ്ഡ് ടു സ്റ്റോർ ദ ഡാറ്റ ആൻഡ് പ്രോസസ് ദ ഡാറ്റ. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഈ പറഞ്ഞ ഈ 3 വാക്കുകൾ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒന്ന് ഡാറ്റ. എന്താ ഡാറ്റ? ഡാറ്റ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഡാറ്റ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. കുറേ സത്യങ്ങളാണ്, അതിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്ന അതാണ് ഡാറ്റ. അത്തരത്തിലുള്ള ഡാറ്റകളെ സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കീപ്പ് ചെയ്യുക, സൂക്ഷിച്ച് വെക്കുക. അങ്ങനെ സൂക്ഷിച്ച് വെക്കാനും അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യാനും. പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? പ്രോസസ്സിങ് മീൻസ് പെർഫോമിങ് സം ഓപ്പറേഷൻ, ദാറ്റ് ഈസ് ലൈക്ക് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, കമ്പാരിസൺ, ഇങ്ങനത്തുള്ള കുറേ കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോസസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം, അതുപോലെ തന്നെ പ്രോസസ്സും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്ത ഈ ഡാറ്റ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്, ഡാറ്റ. ഈ ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സും ചെയ്യുന്നത്. ആ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഡാറ്റനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻഫർമേഷൻ ഈസ് നത്തിങ് ബട്ട് പ്രോസസ്ഡ് ഡാറ്റ. പ്രോസസ്സ് കഴിഞ്ഞ ഈ ഡാറ്റനെയാണ് എന്ത് പറയുന്നത്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഡാറ്റ ഇൻഫർമേഷൻ നമ്മളുടെ വ്യത്യാസം നമ്മൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റാവുന്നത് എന്താണ്, ഡാറ്റ ഈസ് മീനിങ്ലെസ്. ഡാറ്റ ഈസ് എന്താണ്, മീനിങ്ലെസ് വൈൽ ഇൻഫർമേഷൻ ഈസ് മീനിങ്ഫുൾ. എന്താണ്, മീനിങ്ഫുൾ. ഓക്കെ, ഇപ്പോൾ ഡാറ്റ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡാറ്റ, ഇപ്പോൾ നമ്മളുടെ റോൾ നമ്പർ 10, നെയിം രാജു, നിങ്ങളുടെ മാർക്ക് 16, 22, 34 എന്നൊക്കെ പറയുന്ന സം നമ്പേഴ്സ്. ഇറ്റ് ഹാസ് നോ മീനിങ്, ദർ ഇസ് നോ എനി മീനിങ്. Okay, this is the mark that you have got in your SSLC examination. That is, after processing you will get information, that is in the form of mark list. For example, in the form of mark list which has a meaning. So information is എന്താണ്, meaningful. ഈ മാർക്ക് ലിസ്റ്റിൻ്റെ മീനിങ്ഫുൾ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ +2 ചേരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതുന്നത്. ദാറ്റ് ഈസ് വിച്ച് ഹാസ് എ മീനിങ്. That is, here we are getting information in the form of mark list. Okay, but this is the difference between data and information. So here we are discussed what is computer,
what is data and what is information. Okay, so computer is an electronic device which is used to store the data and process the data. What do you mean by data എന്ന് പറഞ്ഞു? That is a collection of facts and figures. Information is nothing but എന്താണ്? Processed data which has meaningful. Okay, ഇനി the main two branches of a computer system is, one is hardware and the other one is software. ഇതൊക്കെ നമുക്ക് എല്ലാ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്താ ഹാർഡ്വെയർ, എന്താ സോഫ്റ്റ്വെയർ എന്നുള്ളത്. എന്നാൽ ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു പോകുക എന്നുള്ളതാണ്. ഹാർഡ്വെയർ മീൻസ് എന്താണ്? ദ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് ദ സിസ്റ്റം. ഹാർഡ്വെയർ it is nothing but it is the electronic parts of the system or physical components of the system. That is നമുക്കറിയാം ഏതൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസ്. ഇപ്പോൾ കീബോർഡ്, മൗസ്, അതുപോലെ എന്താണ് പിന്നെ പ്രോസസ്സർ, അതുപോലെ മദർ ബോർഡ്, അതുപോലെ റാം, ഇതുപോലുള്ള പിന്നെ സാധനങ്ങളൊക്കെ അങ്ങനെ ഇലക്ട്രോണിക് പാർട്സുകളുടെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇനി സോഫ്റ്റ്വെയർ. എന്താ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പലരും നമുക്ക് ഇപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. തൊടാൻ പറ്റണതൊക്കെ ഹാർഡ്വെയർ, അതുപോലെ തൊടാൻ പറ്റാത്തതൊക്കെ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ കുറച്ചുകൂടി മുതിർന്നവരായി നമ്മൾ അതിനൊക്കെ മാറണം. അപ്പോൾ എന്താ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ തൊടാൻ പറ്റാത്തൊരു സാധനം, അല്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാരാണ് ഹാർഡ്വെയർ, അതിൽ ആത്മാവാണ് സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയാറുണ്ട് കുട്ടികളെ ചോദിക്കുമ്പോൾ. ചെറിയ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ പറയുന്നതിന് മുന്നേ നമ്മളെന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ദ ഫണ്ടമെൻ്റൽ എയിം ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ എയിം? ദ ഫണ്ടമെൻ്റൽ എയിം ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് ടു സോൾവ് ദ പ്രോബ്ലംസ്. Okay, the fundamental aim of the computer system is to solve the problems very easily, അതുപോലെ തന്നെ very accurately, very fastly എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ the fundamental aim of the computer system is to solve the problem very easily. Okay, so in order to solve the problem using computer, the computer hardware alone is not sufficient. ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മാത്രം എന്ത് ചെയ്യല്ല, നമുക്ക് പോരാ, നമുക്കത് സഫീഷ്യൻ്റ് അല്ല. Okay, that is, in order to solve the problem using computer, the computer hardware alone is not sufficient. Here we have to give some set of instructions. To the computer. കമ്പ്യൂട്ടറിലേക്ക് സം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ദ കമ്പ്യൂട്ടർ വിൽ ബി കേപ്പബിൾ ടു സോൾവ് ദ പ്രോബ്ലം. അത് നമ്മൾ ഈ കീബോർഡും മൗസും പ്രോസസ്സറും മെമ്മറി സാധനങ്ങൾ, ഈ ഇലക്ട്രോണിക് പാർട്സ് മാത്രം കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് സം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ദ കമ്പ്യൂട്ടർ വിൽ ബി കേപ്പബിൾ ടു സോൾവ് ദ പ്രോബ്ലംസ്. ക്ലിയർ അല്ലേ? അപ്പോൾ ആരാ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട ആളാരാ? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടത് നമ്മളാണ്. വി ആർ ഗിവിങ്, ഹ്യൂമൻ ബീങ്സ് ആർ ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ടു ദ ആർക്കാ കൊടുക്കുന്നത്? കമ്പ്യൂട്ടറിനാണ് കൊടുക്കുന്നത്. എന്തിനാ കൊടുക്കുന്നത്? ടു സോൾവ് ദ പ്രോബ്ലംസ്. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എന്ത് കൊടുക്കണം? സം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ? കമ്പ്യൂട്ടറിന് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഗ്രാം എന്ന് പറയുന്നത്. പുതിയ വാക്കാണ്. എന്താണ് പ്രോഗ്രാം എന്ന്? അങ്ങനത്തെ കളക്ഷൻ ഓഫ് പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിൻ്റെ വിവിധ ഇതുണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതാണ് എന്ത് ബേസിക്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം ഓർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വിച്ച് ഇസ് ഗിവൺ ടു ദ കമ്പ്യൂട്ടർ ഇൻ ഓർഡർ ടു സോൾവ് ദ പ്രോബ്ലംസ്. അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ആരാ? നമ്മളാണ്. ആർക്കാണ് കൊടുക്കുന്നത്? കമ്പ്യൂട്ടറിനാണ് കൊടുക്കുന്നത്. എന്തിനാണ് കൊടുക്കുന്നത്? ദറ്റ് ഈസ് ടു സോൾവ് ദ പ്രോബ്ലംസ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് നമ്മളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ
ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെന്ന് പറയുന്നു. നമ്മൾ കമ്പ്യൂട്ടർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ദാറ്റ് ഈസ് നാച്ചുറലി ദർ ഈസ് ഹാപ്പനിങ് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. ആരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ടേക്കിംഗ് പ്ലേസ്? ആരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? മനുഷ്യന്മാരും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ ഓൺലി ത്രൂ ലാംഗ്വേജസ്. ഭാഷയിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. അതായത് ഇപ്പോൾ മനുഷ്യന്മാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ പിന്നെ ഏത് ഭാഷയിലൂടെ, മലയാളത്തിലൂടെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലൂടെ അല്ലെങ്കിൽ ഹിന്ദി, തമിഴ് ഇതുപോലുള്ള നമുക്കറിയുന്ന ഭാഷകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഹിയർ വി നീഡ് എന്താണ്, ഹിയർ വി നീഡ് എ ലാംഗ്വേജ്. Here we need a language which will be able to communicate with the computer. നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജാണ് എന്ത് വേണ്ടത്, നമുക്കിവിടെ വേണ്ടത്. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പ്യൂട്ടറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹിയർ വി നീഡ് ലാംഗ്വേജ്. സോ വി ആർ ഗോയിങ് ടു ദ സെക്ഷൻ ലാംഗ്വേജ്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ലാംഗ്വേജാണ്. ലാംഗ്വേജ് ഇപ്പോൾ ലാംഗ്വേജിൽ ഫസ്റ്റ് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജാണ്. അതായത് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജാണ് ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് അഥവാ മെഷീൻ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ മെഷീൻ ലെവൽ ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇൻ മെഷീൻ ലെവൽ ലാംഗ്വേജ് വി ആർ യൂസിങ് ഓൺലി 2 സിമ്പിൾസ്. ആകെ 2 സിമ്പിൾസ് മാത്രമേ ഏതിലുള്ളൂ, ഈ മെഷീൻ ലെവൽ ലാംഗ്വേജിൽ ഉള്ളൂ. ദ സിമ്പിൾസ് ആർ ഏതൊക്കെയാണ്, 1 and 0. ഏതൊക്കെ? 1ഉം 0യും. 1 means current is on and 0 means current is off. 1 means current is on and 0 means current is off. Okay, അപ്പോൾ in first generation language or in machine level language there are only 2 symbols. The 2 symbols are 1 and 0. So the combinations of 1s and 0s, നമ്മളിങ്ങനെ ഈ കോമ്പിനേഷൻസ് ഓഫ് 1s and 0s ആണ് കൊടുക്കുക. ആർക്ക് കൊടുക്കുക? കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുക. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് 1s and 0s. മനസ്സിലാണ്ടോ? ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ്, ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് ടു കോഡ്. ഇത് എഴുതാൻ നമുക്കെന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, ഇവിടെ എറർ വരാനുള്ള ചാൻസ് എന്താണ്, കൂടുതലാണ്. കാരണം എന്താ, ഒരു 1 മാറി ഒരു 0 ആയി, അല്ലെങ്കിൽ ഒരു 0 മാറി ഒരു 1 ആയാൽ എന്തായി, ദ കംപ്ലീറ്റ് പ്രോഗ്രാം ഈസ് ചേഞ്ച്ഡ്, കംപ്ലീറ്റ് കോഡ് ഈസ് ചേഞ്ച്ഡ്, ദ മീനിങ് ഓഫ് ദ കോഡ് ഈസ് ചേഞ്ച്ഡ്. ശരിയല്ലേ? കംപ്ലീറ്റ് മാറും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ദ ചാൻസ് ടു ഒക്കർ എറർ ഈസ് വെരി ഹൈ. ദറ്റ് ഈസ് ദ വൺ ഡിസഡ്വാൻറ്റേജ് ഓഫ് മെഷീൻ ലെവൽ ലാംഗ്വേജ്. നമുക്ക് അതായിരുന്നു ബുദ്ധിമുട്ട്. നമ്മൾ കാരണം ഇത് നമ്മളാണ് എഴുതുന്നത്. അപ്പോൾ എഴുതുമ്പോൾ നമ്മളെന്താ വെറും 1ഉം 0 ആകുമ്പോൾ എന്താ, കറണ്ട് ഓൺ ഓഫ് ആകുമ്പോൾ നമുക്കെന്താ ആ ഒരു കോമ്പിനേഷൻസ് വളരെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, കൊടുക്കണം. അത് ഏതെങ്കിലും ഒന്ന് മാറി ഒരു 0 ആയി, അല്ലെങ്കിൽ ഒരു 0 മാറി 1 ആയാൽ എന്തായി, മൊത്തം പ്രോഗ്രാം മാറി. ഓക്കെ, ഇനി അപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് ടൈപ്പ് ലാംഗ്വേജസ് introduced, that is called assembly level language. Assembly level language. In assembly level language we are using mnemonics. We are using എന്താണ്, mnemonics. Mnemonics എന്ന് പറഞ്ഞാൽ എന്താ, mnemonics എന്ന് പറഞ്ഞാൽ some symbols. Mnemonics means എന്താണ്, some symbols like പിന്നെ add, അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ സബ്, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ MUL, അതുപോലെ div എന്നൊക്കെ പറയുന്ന സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് എന്താ പ്രോഗ്രാം ചെയ്യാനായി. ദാറ്റ് ഇസ് കാൾഡ് എന്താ, അസംബ്ലി ലെവൽ ലാംഗ്വേജ്. ഓക്കെ, ഇപ്പം എന്താ, ഇതിനേക്കാളും ഒന്നും കൂടെ യൂസർ ഫ്രണ്ട്ലിയാണ് ഇത്. കാരണം നമുക്കെന്താ, ഇതെന്താണെന്ന് തന്നെ അറിയില്ല. ഇത് കാണുമ്പോൾ എന്താണെന്ന് തന്നെ അറിയില്ല. ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം എന്താ, ഇറ്റ് ഇസ് ഫോർ അഡീഷൻ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് ഫോർ സബ്സ്ട്രാക്ഷൻ. MUL കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ. DIV കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താ, ഡിവിഷൻ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലോട്ട് കോഡിങ് മാറി. ഓക്കെ, വീണ്ടും എന്താ, നെക്സ്റ്റ് ജനറേഷൻ ഇൻട്രൊഡ്യൂസ്ഡ്. ദിസ് ഈസ് അസംബ്ലി ലെവൽ ലാംഗ്വേജ്. ഏതാണ്, സെക്കൻഡ് ജനറേഷനാണ് കേട്ടോ, സെക്കൻഡ് ജനറേഷനാണ്. നെക്സ്റ്റ് തേർഡ് ജനറേഷൻ ലാംഗ്വേജ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. തേർഡ് ജനറേഷൻ, ഈ തേർഡ് ജനറേഷൻ ലാംഗ്വേജ് ആണ് എന്ത്, ഹൈ ലെവൽ ലാംഗ്വേജ്. ദറ്റ് ഇസ് കോൾഡ് എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് മീൻസ് ഇംഗ്ലീഷ് ലൈക്ക് എ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് മീൻസ് എന്താണ്, ഇംഗ്ലീഷ് ലൈക്ക് എ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ ഏതൊക്കെയാണ്, സി, അതുപോലെ തന്നെ പാസ്കൽ, അതുപോലെ ഫോർട്രാൻ, അതുപോലെ പിന്നെന്താ കൊബോളൊക്കെ നിങ്ങൾ പുതിയ തലമുറ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു C++ എന്നൊക്കെ. ഈ ലാംഗ്വേജുകളൊക്കെയാണ് എന്ത്, ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ്. ഓക്കെ, ഇപ്പോൾ C, പാസ്കൽ, ഫോർട്രാൻ, പാസ്കലൈൻ എന്നുള്ള സയൻറ്റിസ്റ്റാണ്. ഫോർട്രാൻ എന്ന് പറഞ്ഞാൽ ഫോർമുല ട്രാൻസ്ലേഷൻ എന്നാണ് അതിൻ്റെ ഒരു ഫുൾ. അതുപോലെ കൊബോളിൻ്റെ ഫുൾ ഫോം കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. അതൊക്കെയാണ്.
അപ്പോൾ C++, ഇതാണ് നിങ്ങൾ ഫെമിലിയർ ആയിട്ടുണ്ടാവുക, ദാറ്റ് പോർഷൻ, ദാറ്റ് ഇസ് C++. അപ്പോൾ C++ എന്ന് പറയുന്നത് എന്താണ്? C++ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതൊരു ലാംഗ്വേജ് ആണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് എന്തിനാണ്? നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് എന്തിനാണ്? പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഭാഷ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഈ 2 വർഷത്തെ +1 +2 കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കാര്യമാണെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കാനുള്ളത് ഈ C++ ആണ്. ഇപ്പോൾ പല കുട്ടികൾക്കും എന്താ വെച്ചാൽ C++ ഒക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എന്താ ഇതെന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു പുറത്തൊരാൾ എന്താ പഠിക്കണമെന്ന് ചോദിച്ചാൽ C++ പറയും, C++ എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീപ്പായിട്ട് അത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് 3 ജനറേഷൻ ലാംഗ്വേജ്. ഫസ്റ്റ് ജനറേഷനായി, സെക്കൻഡ് ജനറേഷനായി, തേർഡ് ജനറേഷനായി. അപ്പോൾ തേർഡ് ജനറേഷൻ ലാംഗ്വേജിലുള്ള ഒരു ലാംഗ്വേജാണ് ഏത്? C++. അതാണ് നിങ്ങൾ ഈ 2 വർഷം നിങ്ങളുടെ +2 സിലബസിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ അസംബ്ലി ലെവൽ ലാംഗ്വേജും ഈ ഹൈ ലെവൽ ലാംഗ്വേജ് ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമുക്ക് പ്രോഗ്രാം എളുപ്പം എഴുതാൻ വേണ്ടിയിട്ടാണ്. വി ഹാവ് ടു റൈറ്റ് ദ പ്രോഗ്രാം വെരി ഈസിലി. ഓക്കെ, ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ദ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി മെഷീൻ ലെവൽ ലാംഗ്വേജ്. ദ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി മെഷീൻ ലെവൽ ലാംഗ്വേജ്. ഈ അസംബ്ലി ലെവൽ ലാംഗ്വേജോ അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജോ ആർക്കും അറിയില്ല, കമ്പ്യൂട്ടറിന് അറിയില്ല. കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി മെഷീൻ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി മെഷീൻ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് അസംബ്ലി ലെവൽ ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിലോ ആയിരിക്കും. കമ്പ്യൂട്ടറിന് എന്തേ അറിയുള്ളൂ? മെഷീൻ ലെവൽ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോർമലി ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഭാഷ നമുക്കറിയാം, വേറൊരു ഭാഷ വേറെ ആൾക്ക് നമ്മളുടെ ഭാഷ അറിയില്ല. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ സംഭവിക്കണം എന്താ? അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അപ്പോൾ നമ്മൾ ഇലക്ഷനൊക്കെ ആകുമ്പോൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മോദി ഇവരൊക്കെ വരുമ്പോൾ അവർക്ക് അറിയുന്ന ഭാഷ അവർ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. നമ്മൾ കേൾക്കാൻ പോകുന്നത് നമുക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? തൊട്ടടുത്തൊരാൾ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. നമുക്ക് എന്ത് ചെയ്യും? ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ ഹിന്ദിയിൽ നിന്ന് മലയാളത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഹിയർ ആൾസോ വി നീഡ് സം ട്രാൻസ്ലേഷൻ. ബിക്കോസ് ബിക്കോസ് വി ആർ റൈറ്റിംഗ് പ്രോഗ്രാം ഇൻ അസംബ്ലി ലെവൽ ലാംഗ്വേജ് ഓർ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ്. യൂഷ്വലി നമ്മളിപ്പോൾ സാധാരണ C++ ഒക്കെ ഹൈ ലെവൽ ലാംഗ്വേജ്. വി ആർ റൈറ്റിംഗ് പ്രോഗ്രാം ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ്. But the computer can understand only machine level language. So here also we need some translator. Which translates assembly level language program or high level language program into machine level language program. Okay, so the translator which translates assembly level language program. The translator which translates assembly level language program into its corresponding machine level language program is called assembler. ഇതിന് പറയുന്ന പേരെന്താണ്? അസംബ്ലർ. ഇതൊരു ഹാർഡ്വെയർ ഡിവൈസ് ഒന്നും അല്ല. ചിലർ അസംബ്ലർ എന്ന് പറയുമ്പോൾ ഹാർഡ്വെയർ ഡിവൈസ്. ഇറ്റ് ഇസ് എ സോഫ്റ്റ്വെയർ. It is a set of program which translates assembly level language program into its corresponding machine level language program. അപ്പോൾ ഈ അസംബ്ലി ലെവൽ ലാംഗ്വേജിൽ അതുപോലെ തന്നെ the translator which translates high level language program into its corresponding machine level language program is called compiler. Or interpreter. Compiler and interpreter both compiler and interpreter are used to translate high level language program into its corresponding machine level language program. Okay, but the translation method is different for compiler and interpreter. Compiler whole program in translate ചെയ്യുന്ന, interpreter line by line ആയിട്ട് ഓരോ line by line ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് ബാക്കി ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ. അപ്പോൾ ഇതാണ് ട്രാൻസ്ലേറ്റേഴ്സ്. ഇതിന് ജനറലായിട്ട് പറയുന്ന പേരാണ് ട്രാൻസ്ലേറ്റേഴ്സ്. അപ്പോൾ അസംബ്ലി ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് മാറ്റുന്ന ട്രാൻസ്ലേറ്ററാണ് അസംബ്ലർ. അതുപോലെ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിന് മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് മാറ്റുന്ന ട്രാൻസ്ലേറ്ററാണ് കമ്പൈലർ ഓർ ഇൻ്റർപ്രറ്റർ.
ഓക്കെ. ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ അല്ലെങ്കിൽ അസംബ്ലി ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സോഴ്സ് പ്രോഗ്രാം. എന്താ പറയുക? സോഴ്സ് പ്രോഗ്രാം. ഇതിന് പറയുന്ന പേര് ഒബ്ജക്റ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ടാർഗറ്റ് പ്രോഗ്രാം എന്നൊക്കെ പറയും. ഒബ്ജക്റ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ടാർഗറ്റ് പ്രോഗ്രാം. അപ്പോൾ ഈ ഒബ്ജക്റ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ടാർഗറ്റ് പ്രോഗ്രാം ഇത് മതി കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാൻ. ഇതാവശ്യമില്ല. മനസ്സിലാകണ്ട? ഈ സോഴ്സ് പ്രോഗ്രാം ആർക്കാ? നമുക്കാണ് ആവശ്യം. ബട്ട് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാൻ എന്ത് മതി? ഈ ഒബ്ജക്റ്റ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ടാർഗറ്റ് പ്രോഗ്രാമോ. ഇതാണ് മെഷീൻ ലാംഗ്വേജിലുള്ള പ്രോഗ്രാം. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും? അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. ദാറ്റ് ഈസ് എന്താ? മെഷീൻ ലെവൽ കോഡിലായിരിക്കും. കുറേ ആസ്കി ക്യാരക്ടേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതിലെഴുതിയ സാധനം എന്ത് ചെയ്യില്ല, ആർക്കും കിട്ടിയിട്ടും കാര്യമല്ല. അത് വർക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് എന്ത് പറ്റില്ല? ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? വീണ്ടും നമുക്ക് സോഴ്സ് കോഡ് വേണം. ഇത്രയാണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ ഈ 2 വർഷം നിങ്ങൾ ഈ +1 +2 ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്, ഒരു പ്രധാന ടോപ്പിക്, അതുപോലെ നിങ്ങൾ ലാബ് ചെയ്യുന്നൊക്കെ ടോപ്പിക് ഏതാണ്? C++ എന്ന് പറയുന്ന ലാംഗ്വേജാണ്. ഇപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഇവിടെ ഒന്ന് പറയാനുള്ളത്, ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഓരോ ലാംഗ്വേജിനും എന്തുണ്ട്? ഓരോ ഗ്രാമറും സിൻറ്റാക്സും റൂളുകളും ആണ് ഉള്ളത്. ഇപ്പോൾ സീൻ്റെ പിന്നെ സിൻറ്റാക്സ് അല്ല ഫോർട്രാൻ, അതുപോലെ ഫോർട്രാൻ്റെ സിൻറ്റാക്സ് അല്ല കൊബിൾ. ഓരോ ലാംഗ്വേജിനും എന്താണ്? ഓരോ സിൻറ്റാക്സും റൂളും. നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് പോലെ തന്നെ നമ്മൾ ഹിന്ദിക്കൊരു സിൻറ്റാക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒരു ഗ്രാമർ വേറെ, മലയാളത്തിൻ്റെ ഗ്രാമർ വേറെ. അതുപോലെ തന്നെ ഇവിടെ ഈച്ച് ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഓൺ സിൻറ്റാക്സ് ആൻഡ് ഗ്രാമർ ആൻഡ് റൂൾസ്. അപ്പോൾ ഇതിൽ ഏത് ലാംഗ്വേജാണോ നമ്മൾ പഠിച്ചത്, ആ ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിൻ്റെ ഗ്രാമറോ റൂളാണ് നമ്മൾ പഠിക്കുന്നത്, അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ C++ പഠിച്ചതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൊബോളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചിട്ട് നമുക്ക് മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ C++ പഠിച്ച C++ എന്ന് പറയുന്ന ലാംഗ്വേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിവിടെ ഈ 2 വർഷം നിങ്ങളിവിടെ പഠിക്കാൻ പോകുന്നത് പിന്നെ ഈ C++ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് നമുക്ക് ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ പോകാം. അതുപോലെ തന്നെ പിന്നെ DBMS ഉണ്ട്, SQL ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാവുന്നതാണ്. നമുക്ക് ഇപ്പോൾ തൽക്കാലം ഈ ഒരു ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയാണ് നമ്മൾ പറയാനുള്ളത്. എന്താണ് കമ്പ്യൂട്ടർ, ഡാറ്റ, പിന്നെ സ്റ്റോറേജ്, പ്രോസസ്സ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇൻഫർമേഷൻ പറഞ്ഞു, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ പറഞ്ഞു, ലാംഗ്വേജസ് പറഞ്ഞു, മെഷീൻ ലാംഗ്വേജ് പറഞ്ഞു, അസംബ്ലി ലാംഗ്വേജ് പറഞ്ഞു, ഹൈ ലെവൽ ലാംഗ്വേജ് പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു, എന്തൊക്കെ ട്രാൻസ്ലേറ്റർ എന്താണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഒരു ഫണ്ടമെൻ്റലായിട്ട് അല്ലെങ്കിൽ ബേസിക്കായിട്ട് ഒരു കുട്ടിക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം. അതുപോലെ ഈ ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് തുടർന്നും ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ കേട്ട് ഇതിൻ്റെ ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക. വാട്സപ്പിൽ അവൈലബിൾ ആവും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അത് ഷെയർ ചെയ്യുക. എല്ലാവരും പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നമുക്ക് കമ്പ്യൂട്ടർ സയൻസിനും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ +1 +2 എല്ലാവരും നല്ല മാർക്ക് വാങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമാണ് ഈ ഒരു വീഡിയോ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്, ഈ ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുള്ളത്. അവരെല്ലാവരും സഹകരിക്കുക, നിങ്ങളെല്ലാവരും നന്നായിട്ട് ഉപയോഗിക്കുക, പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്.